ഹലോ ഹലോ, പൈസ തന്നിട്ട് പോണം. 240 രൂപ. അതെ, എനിക്ക് വാങ്ങലേ ഉള്ളൂ, കൊടുക്കലില്ല. എന്റെ പേഴ്സ് ഇവിടെ വെച്ച്. മനുഷ്യനെ മെനക്കെടുത്താ കുപ്പിയും കയറോ? വരട്ടെ. ഇതുപോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകൂ. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അയ്യടാ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയേ? കഴിപ്പിക്കാൻ നടക്കുന്നു, വായി നോക്കി. അല്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, കണ്ടു. ആ പോയ പെണ്ണേതാ? അത് ആ കുട്ടി എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയത്തിയുടെ പെങ്ങടെ കുഞ്ഞമ്മയുടെ മകളുടെ മകള്. പറഞ്ഞു വരുമ്പോ അതിന്റെ അമ്മാവ് എന്റെ അമ്മായിയായിട്ട് വരും. ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുവാ. ആങ്ങളായിട്ട് വന്നാലും കൊള്ളാം, പെങ്ങളായിട്ട് പോയാലും കൊള്ളാം. സംഗതി ആകെ കുഴപ്പമായി. ആ കുട്ടിയെ ചേട്ടൻ അറിയോ? അതിന്റെ കാര്യമല്ല, പിന്നെ അവര് നിന്നെ തപ്പി നടക്കുക. ആര്? ലക്ഷ്മിയുടെ ചേട്ടനും കൂട്ടുകാരും. എന്താ കാര്യം? ഞങ്ങളുടെ കല്യാണം നടത്തി തരാനാണോ? അല്ലടാ, നിന്റെ അടിയന്തരം നടത്താൻ. ഇങ്ങോട്ട് വാടാ. ലക്ഷ്മി ഇന്നലെ ഛർദിച്ചു. അത്രേ ഉള്ളോ? വല്ല ദഹനക്കേടുമായിരിക്കും. ദഹനക്കേടല്ലടാ, ഗർഭം. കല്യാണത്തിന് മുമ്പ് ഗർഭം. നാട്ടുകാരറിഞ്ഞാൽ, എന്റെ വീട്ടുകാരറിഞ്ഞാൽ ആകെ പ്രശ്നം. ഇനി എന്താ വഴി? എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്. കലക്കിയില്ല, അതിന് കുറച്ച് കാശ് ചെലവാവും. ഒരു 2,000-3,000 രൂപ വേണ്ടി വരും. കാശ് എനിക്കൊരു പ്രശ്നമല്ല. ഇത് പ്രശ്നമാകുന്നതിന് മുമ്പ് പോയി മാപ്പ് പറയടാ കോപ്പെ. കറക്റ്റ്. ഒരു 2 ഡബിൾ ഫുൾ.